എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കൃഷ്ണമോൾ ആകെ ദേഷ്യത്തിലാണ്. അലീന ഒന്ന് തണുപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം ഇനിയിപ്പോൾ എന്നോട് കൂടുതലൊന്നും പറയണ്ട, തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഈ സാധനത്തിനെയല്ലേ എപ്പോഴും കൂടെ കൊണ്ടുപോകാനുള്ളൂ ഇപ്പം എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അത് കേൾക്കുന്ന രോഹിത് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, എന്നെ കൂടെ കൊണ്ടുപോയത് ആശാത്തിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. അന്നേരം കൃഷ്ണമോൾ പറയും, അതെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നെയും കൂടി കൊണ്ടുപോകാമായിരുന്നല്ലോ, എന്നെ കൂടെ കൊണ്ടുപോയില്ല, എന്നോട് പറഞ്ഞു പോലുമില്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, ഞാൻ ഇന്ന് രോഹിത്തിനെ കൂടെ കൊണ്ടുപോയത് ചില കാര്യങ്ങളുള്ളത് കൊണ്ടാണ്. അവന് ചില കടങ്ങളുണ്ടായിരുന്നു, അത് തീർക്കണമായിരുന്നു. അവിടെ പോയി അവരോടെല്ലാം സംസാരിച്ചു, അതൊക്കെ ഒന്ന് സെറ്റാക്കി എന്ന് പറയുമ്പം എന്നെ കൂടെ കൊണ്ടുപോയാലും ഞാൻ ആ മൂലയിൽ ഒന്ന് എക്സ്പ്രഷനൊക്കെ ഇട്ടങ്ങ് നിൽക്കുള്ളായിരുന്നു, നിങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാക്കിയല്ലായിരുന്നു എന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ചോദിക്കും, പോയ കാര്യം എന്തായി, എന്നെ കൊണ്ടുപോയില്ലെങ്കിലും ആ കാര്യങ്ങളൊക്കെ ശരിയായോ, അവിടുന്ന് രോഹിയേട്ടന് കിട്ടേണ്ട അടിയൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അവരാരും എന്നെ അടിച്ചൊന്നുമില്ല എന്ന് പറയും. അതിന് ഒരു അടി പോലും കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആഹാ ഇവന് അടി കിട്ടാത്തതുകൊണ്ടാണോ നിനക്ക് വിഷമം എന്ന് അലിന് ചോദിക്കുമ്പോൾ, അല്ല ഈ സ്വഭാവം വെച്ച് കിട്ടേണ്ടതായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുമ്പം രോഹിത് പറയുന്നുണ്ട്, അവരെല്ലാവരും ഒരുപാട് സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറിയത്, അവിടെ ഇരുന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് സംസാരിച്ച് എല്ലാമാണ് പോകുന്നത് എന്ന് പറയുമ്പം ശരണ്യോട് സംസാരിച്ചോ എന്ന് ചോദിക്കും. അന്നേരം ഞാൻ ആ ശരണ്യോട് സംസാരിച്ചു, അവളോട് മാപ്പും ചോദിച്ചു, ഇനി എന്തുണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യാം, എനിക്ക് ഒരു പ്രശ്നവുമില്ല, അങ്ങനെ മുന്നോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയുമ്പം കൃഷ്ണമോളും പറയുന്നുണ്ട്, അതേതായാലും നന്നായി, എന്നെ കൂടെ കൊണ്ടുപോയില്ലെങ്കിലും പോയ കാര്യം ശരിയായല്ലോ, അത് മതിയെന്ന് പറയും. എന്നിട്ട് ചോദിക്കും, രണ്ടുപേർക്കും ചായയോ കാപ്പിയോ എന്തെങ്കിലും കുടിക്കാനായിട്ട് വേണോ എന്ന്. എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പം രോഹിത് ലൈം ജ്യൂസ് വേണമെന്ന് പറയും, അലീന ചായ വേണം എന്ന് പറയും. അന്നേരം രണ്ടും കൂടി പറ്റില്ല, ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പം അലീന പറയും, എനിക്ക് ലൈം ജ്യൂസ് മതി, ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി എന്ന്. അന്നേരം കൃഷ്ണമോൾ പറയാം, എനിക്ക് ചായ തരാം, കാരണം പബ്ദി ചേച്ചി എടുത്ത ചായ ഇരിപ്പുണ്ട്, അത് ഞാനെങ്കിൽ ചൂടാക്കി തന്നാൽ മതിയല്ലോ എന്ന് പറയും. അന്നേരം അത് കേൾക്കുമ്പോൾ രോഹിത്തിന് ദേഷ്യം വരുന്നുണ്ട്, തലക്കിട്ട് കൊട്ടാനൊക്കെ ചെല്ലുന്നുണ്ട്. പിന്നെ അവരെല്ലാവരും കൂടെ അകത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് അലീനയുടെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു. അന്നേരം കൃഷ്ണമോൾ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ കവറിൽ എന്താണ് എന്ന്. അന്നേരം അത് മറ്റൊരു പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു രോഹിത്. ഏതായാലും ആ കവറുമായിട്ട് ബബിതയുടെ റൂമിലോട്ടാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ബബിത ഭയങ്കര പണിയിലാണ്, റൂമിൽ കിടക്കുന്ന തുണിയെല്ലാം മടക്കി വെച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഭയങ്കര തിരക്കാണോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഇത്തിരി പണിയുണ്ട്, അത് തീർക്കാൻ വേണ്ടി നോക്കുമായിരുന്നു, എന്താ കാര്യം എന്ന് ചോദിക്കും. വലിയ തിരക്കാണ്, ഞാൻ പറയുന്നില്ല എന്നിങ്ങനെ അലീന പറയുമ്പം, പറയാൻ പറ്റിയല്ലേ പറയണ്ടേ, എനിക്ക് പണിയുണ്ട്, എനിക്കത് തീർക്കണമെന്ന് പറയുവാണ്. ഇപ്പോഴും ആ ഒരു ഗൗരവത്തിന് മാറ്റമൊന്നുമില്ല ബബിതയുടെ. ഇത്രയും പറയുമ്പോൾ അലീന, അയ്യോ അങ്ങനെ പറയല്ലേ, എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട് എന്ന് പറയും. എന്നാൽ എന്താ പറ എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ ബബിതയും ചോദിക്കുന്നുണ്ട് കേട്ടോ, അവിടെ പോയിട്ട് എന്തായി, രോഹിയേട്ടനെ അവർ തല്ലു എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എൻ്റെ കൂടെ വരുമ്പോൾ അവനെ ആരും തല്ലിയല്ല എന്ന് പറയുവാണ്. അന്നേരം ബബിത പറയും, അത് നേരെ നാട്ടുകാരുടെ മൊത്തം തല്ല് മേടിച്ച ഒരാൾ കൂടെയുള്ളപ്പം രോഹിയേട്ടനെ തല്ല് കിട്ടിയല്ല, വേണമെങ്കിൽ ആ തല്ലൂടെ മേടിച്ചെടുത്തോളൂല്ലോ, അത് ശരിയാണ് എന്ന് പറയും. നീ എന്നെ അങ്ങനെയാണോ കരുതിയേക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലീന. അത് കഴിഞ്ഞ് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞാൽ കവറും കൊടുക്കും. അന്നേരം എനിക്കെന്തിനാ ഇതിൻ്റെ അകത്ത് എന്താ എന്ന് ചോദിക്കുമ്പോൾ, നീ തുറന്നു നോക്ക് എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ബബിത ചോദിക്കും, ഇതെന്തിനാ എനിക്കിപ്പം മേടിച്ചുകൊണ്ട് തന്നത്, ഞാൻ മേടിച്ചുകൊണ്ട് തന്നതിന് പകരം കടം വീട്ടുവാണോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമല്ല, ഞാൻ നിനക്ക് മാത്രം ഇതുവരെ ഒരു ഗിഫ്റ്റും തന്നിട്ടില്ല, അതുകൊണ്ടാണ് എന്ന് പറയുമ്പം ബബിതയ്ക്ക് മേടിക്കാൻ ഒരു മടിയാണ്. അതെന്താണ് ഇത് മേടിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്കിപ്പോൾ ഇതൊന്നും വേണ്ട എന്ന് പറയും. അന്നേരം പിന്നെ നിർബന്ധിക്കുമ്പം അങ്ങ് മേടിക്കുവേ. എന്നിട്ട് നേരെ ആ കട്ടിലേക്ക് ഇങ്ങനെ വലിച്ചെറിയുന്ന പോലെ ഇങ്ങനെ എടുത്തിടുക. അന്നേരം ഇതെന്താ നീ ഇങ്ങനെ കാണിക്കുന്നത്, അതൊന്നും തുറന്നു നോക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതെ എനിക്കിപ്പോൾ ഭയങ്കര പണിയാണ്, കുറച്ച് താമസമുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ എടുത്ത് നോക്കിക്കോളാം എന്ന് പറയും. എന്നിട്ട് അലീനയോട് പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ ചൂടാക്കി വെച്ചേക്കാം എന്ന് പറയുക. അപ്പോൾ പക്ഷേ അത് ആ ഒരു പ്രവൃത്തി ഭയങ്കര വിഷമമാക്കി അലീനയ്ക്ക്. അതൊന്നും തുറന്നു പോലും നോക്കാതെ കട്ടിലേക്ക് എടുത്തിട്ടല്ലോ. എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി വിഷമിച്ച് നിന്നിട്ട് അലീന അങ്ങ് പോകും. അലീന ഇറങ്ങുന്ന സ്പോട്ടിൽ അതെടുത്ത് നോക്കുന്നുണ്ട് ബബിത. എന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന ബബിതയെ കാണിക്കുന്നത്. അതിനുശേഷം അലീന കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ബാലേന്ദ്രൻ്റെ റൂമിലോട്ട് ചെല്ലുന്നു. ബാലേന്ദ്രൻ എന്തോ തലവേദന എന്തോ ആണെന്ന് തോന്നുന്നു, എന്തോ ഗുളികയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലേന്ദ്രനോട് പറയുവാണ്, അച്ഛാ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോട്ടെ, ഞാൻ പോകാനുള്ള സമയമായി, ഇല്ലെങ്കിൽ ശരിയാകിയല്ല എന്ന്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, അതെന്തിനാണ് നീ ഇവിടുന്ന് പോകുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോയില്ല എങ്കിൽ മേഡം ഇങ്ങോട്ട് തിരിച്ചു വരികയില്ല, ആ മക്കൾക്ക് അമ്മയില്ലാണ്ടാവും, അതുകൊണ്ട് ഞാൻ പോയാലേ ശരിയാകുള്ളൂ, മേഡം ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള
പോകാനുള്ള ഏക കാരണം ഇപ്പം ഞാനാണ്. എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും നോക്കിയാലും അതിനുള്ള കാരണം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നതാ നല്ലത് എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ നീ ഇവിടുന്ന് പോയാൽ എല്ലാം ശരിയാകും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ നിമിഷം ഞാൻ കുടുംബയോഗം വിളിച്ച് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയും, അതോടുകൂടി എല്ലാം ശുഭമാകും എന്ന് പറയുമ്പം അച്ഛൻ അങ്ങനെ ചെയ്യരുത്, അച്ഛൻ കുറച്ച് കാലം കൂടി ഒന്ന് ക്ഷമിക്കണം, എന്തെങ്കിലുമൊക്കെ മാറ്റം വരും എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? 10-22 വർഷക്കാലം എന്നെ ചതിച്ചവളാണ് വൈജ. ഇനിയും അവളുടെ മുമ്പിൽ മുട്ട് മടക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, അവളുടെ മുന്നിൽ തോക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, അച്ഛൻ ഒരിക്കലും അമ്മയുടെ മുമ്പിൽ തോക്കേണ്ടതായി വരില്ല. അമ്മ ജയിച്ചു എന്ന് വിചാരിക്കുമ്പോഴും ജയിച്ചു നിൽക്കുന്നത് അച്ഛനാണ് എന്ന് അച്ഛൻ അറിയാലോ. ഈ ജന്മം അമ്മയ്ക്ക് അച്ഛന് മുമ്പിൽ ജയിക്കാൻ സാധിക്കില്ല. അമ്മയെ എന്നേക്കുമായി തോൽപ്പിക്കാനുള്ള ആയുധം അച്ഛൻ്റെ കയ്യിലുണ്ട് എന്ന് അച്ഛൻ എന്നും പറയാറില്ലേ. പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ ഇവിടുന്ന് പോയാലേ ശരിയാകുള്ളൂ. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബം പോലെ ജീവിക്കും. എനിക്കത് കണ്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ബാലേന്ദ്രൻ അതിനെ സമ്മതിക്കുന്നില്ലേ. അന്നേരം അലീന പറയുന്നുണ്ട്, ശരിക്കും ഞാനായിരുന്നു സൂക്ഷിക്കേണ്ടിയിരുന്നത്, എൻ്റെ ജന്മരഹസ്യം ഞാൻ സൂക്ഷിക്കണമായിരുന്നു. അത് എൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടുപോയി. അതിൻ്റെ പേരിലാണ് ഈ കുടുംബം തകർന്നത്. പിന്നെ ഒരു കൊടുങ്കാറ്റായിരുന്നു, അത് എൻ്റെ പിഴവുകൊണ്ട് സംഭവിച്ചതല്ലേ, അപ്പോൾ അത് പരിഹരിക്കേണ്ടത് ഞാനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ ഒരു കാര്യം ശരിയാണ്, പക്ഷേ ഇനിയും വൈജയുടെ മുമ്പിൽ ക്ഷമിക്കാൻ എന്നെക്കൊണ്ടാകില്ല. അവൾ നീ പോയതിന് ശേഷം വിജയശ്രീ ലാളിതയായി ഇങ്ങോട്ട് കയറി വരുന്നത് എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറയുന്നു. അന്നേരവും അലിന ആകെ സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, എന്നോട് ബ്രിജിത്ത മമ്മി പറഞ്ഞായിരുന്നു ഇവിടെ വരുമ്പം നീ നിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും സംസാരിക്കുകയും അവരെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്തോണം, പക്ഷേ അപ്പോഴും നീ ഓർക്കണം അവരുടെയും നിൻ്റെയും ഇടയ്ക്ക് ഒരു ചില്ല് മതിലുണ്ട് എന്ന്, അതറിഞ്ഞു വേണം നീ മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എൻ്റെ സൂക്ഷ്മക്കുറവ് കൊണ്ടല്ലേ അത് പൊട്ടിപ്പോയത്, അതുകൊണ്ട് അച്ഛൻ എന്നെ പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് കാര്യമാണ്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, മോളെ നീ ഇവിടുന്ന് പോയാൽ തന്നെ ഞാൻ എൻ്റെ മക്കളോട് എന്ത് പറയും? സ്വന്തം മകളെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം കൈവിട്ട് കളഞ്ഞവനാണ് ഞാൻ എന്ന് അവർ ധരിക്കില്ലേ എന്ന് ചോദിക്കുമ്പം അലീന പറയുവാണ്, ഞാൻ അച്ഛൻ്റെ മകളല്ല എന്നുള്ള കാര്യം കൃഷ്ണമോൾക്കറിയാം, പിന്നെ ഇപ്പം രോഹിത്തിനും അറിയാം എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ബാലേന്ദ്രൻ്റെ മുഖം അങ്ങ് മാറുവേ. അതെങ്ങനെയാണ് അവൻ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പം എനിക്ക് പറയേണ്ടി വന്നു എന്ന് പറയും. എന്തെങ്കിലും ബാലേന്ദ്രൻ അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? ആരോട് ചോദിച്ചിട്ടാണ് പറഞ്ഞത്? നിന്നെ എൻ്റെ മകളായി എല്ലാവരെയും പരിചയപ്പെടുത്തിയത് ഞാനാണ്, നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയത്. ആ സമയത്ത് എൻ്റെ കൂടെ നിന്നിട്ട് ഇപ്പോൾ ഇത് ഇങ്ങനെ തുറന്നു പറയേണ്ട കാര്യം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും പറയേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നു അച്ഛനൊന്ന് കേൾക്കുക എന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങ് ദേഷ്യപ്പെടുവാണ്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ മകളായിട്ട് സ്വീകരിച്ചത് ഞാനാണ്, അത് വേണ്ട എന്ന് നിനക്ക് തോന്നിയത് കൊണ്ടാണല്ലോ നിൻ്റെ അച്ഛനല്ല ഞാൻ എന്ന് വിളിച്ചു പറഞ്ഞത്. ഇങ്ങനെ ഒരാളുടെ ആവശ്യമില്ല എന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആയിക്കോട്ടെ, ഇനി നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം, നിനക്ക് പോകണമെങ്കിൽ പൊയ്ക്കോ എന്ന് പറയും. അന്നേരം അലീനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട്, അങ്ങനെ പറയല്ലേ, ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു, ഇനി എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ പൊയ്ക്കോട്ടെ, അച്ഛൻ അതിനെ എന്നെ അനുവദിക്കണം, പിന്നെ ഇവിടുന്ന് പോകണം എന്നല്ലാതെ എങ്ങോട്ട് പോകണം എന്ന് എനിക്ക് അറിയത്തില്ല, അതിനും വഴിതെളിച്ച് തരേണ്ടത് അച്ഛനാണ് എന്നൊക്കെ പറയുമ്പോഴും ബാലേന്ദ്രന് ഭയങ്കര ദേഷ്യമാണ്. നിനക്ക് പോകണം, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ പൊയ്ക്കോളാൻ പറഞ്ഞല്ലോ, ഇനി എന്നോട് കൂടുതലൊന്നും സംസാരിക്കണ്ട, പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുവാണ്. അലീന പറയുന്ന ഒന്നും പിന്നെ ബാലേന്ദ്രൻ കേൾക്കുന്നില്ല. ആകെ സങ്കടപ്പെട്ട് അലീന റൂമിൽ നിന്ന് ഇറങ്ങിപ്പോരും. അന്നേരം ഈ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പം കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. എന്നിട്ട് സ്റ്റെപ്പിൽ നിന്ന് കണ്ണൊക്കെ തുടയ്ക്കും. ആദ്യം താഴെ വരുമ്പോൾ അവരാരും കാണണ്ട എന്നോർത്തായിരിക്കും. അപ്പം ഈ കാണിക്കുന്നതെല്ലാം ബബിത കാണുന്നുണ്ടായിരുന്നു. അലീന താഴോട്ട് ഇറങ്ങി വരുമ്പം ബബിത ചോദിക്കുമ്പോൾ എന്തിനാ കരഞ്ഞത്, എന്താ അച്ഛൻ വഴക്ക് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുക. അന്നേരം ഞാൻ കരഞ്ഞില്ലല്ലോ, എപ്പോൾ കരഞ്ഞു, ഞാൻ കരഞ്ഞില്ല എന്ന് പറയുമ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും പറയരുത് കേട്ടോ, അതെല്ലാം മനസ്സിൽ തന്നെ വെച്ചേക്കണം, എന്നിട്ട് ബാക്കിയുള്ളവരുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഓടി നടന്നാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഒന്നും മിണ്ടാതെ റൂമിലോട്ട് കയറിപ്പോവും. അന്നേരം കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ബബിത നേരെ കൃഷ്ണമോളുടെയും രോഹിത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ്. അവർ ഹാളിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ബിസി ആണോ എന്ന് ചോദിക്കുമ്പം എന്താ ചേച്ചി എന്താ കാര്യം എന്ന് കൃഷ്ണമോൾ ചോദിക്കും. അന്നേരം ബബിത പറയുവാണ്, അലിന് ചേച്ചി അച്ഛൻ്റെ റൂമിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വന്നു, കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത്, എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു, എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയും. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, മിക്കവാറും അലിനി ചേച്ചി ഇവിടുന്ന് പോകുന്ന കാര്യം അച്ഛനോട് പറഞ്ഞു കാണും, അച്ഛൻ അത് എതിർത്തും കാണും, അതുകൊണ്ടായിരിക്കും വിഷമം വന്നത് എന്ന് പറയുമ്പം അയ്യോ ഇവിടുന്ന് പോകുന്ന കാര്യം അങ്ങനെ ഉറപ്പായതൊന്നും അല്ലല്ലോ, ഇതൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് രോഹിത് ചോദിക്കും. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, അത് അലീന ചേച്ചി ഉറപ്പായിട്ടും തീരുമാനിച്ച കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട്
അതുകൊണ്ടാണ് അച്ഛനോട് പറഞ്ഞപ്പം അച്ഛൻ ദേഷ്യപ്പെട്ടത്. അതാകാനേ സാധ്യതയുള്ളൂ, കരഞ്ഞതിന് കാരണം അതാകാനേ സാധ്യതയുള്ളൂ എന്ന് പറയുമ്പം ബബിത പറയുവാണ്, അങ്ങനെ ചേച്ചി കരയേണ്ട കാര്യമൊന്നുമില്ല, ഇവിടുന്ന് പോകണ്ട എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കാനുള്ള ബാധ്യത അലീന ചേച്ചിക്കുണ്ട്. കാരണം അച്ഛനെയും അമ്മയും ഒക്കെ സ്നേഹിക്കണം എന്നും ബഹുമാനിക്കണം എന്നും നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ലേ. അപ്പം അത് അനുസരിക്കാനുള്ള ബാധ്യത അലീന ചേച്ചിക്കും ഉണ്ടല്ലോ. അച്ഛൻ പറഞ്ഞാൽ മകൾ കേൾക്കണ്ടേ എന്നൊക്കെ ചോദിക്കുവാണ് ബബിത. അന്നേരം രോഹിത് പറയുവാണ്, അത് അച്ഛൻ്റെ മകളാണെങ്കിലല്ലേ ഉള്ളൂ, അലീന ചേച്ചി ആ അച്ഛൻ്റെ മകളല്ല എന്ന് പറയുമ്പോൾ മകളല്ലേ എന്നിങ്ങനെ ഭയങ്കര അത്ഭുതത്തോട് ചോദിക്കുവാണ് ബബിത. അന്നേരം അല്ല, മകളല്ല എന്നിങ്ങനെ പറയുന്നു രോഹിത്. അത് കേട്ടിങ്ങനെ ഷോക്കായിട്ടിരിക്കുന്ന ബബിത കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. ആ പ്രൊമോയിൽ ബബിത ബാലേന്ദ്രനോട് ഈ കാര്യങ്ങൾ പോയി ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചേച്ചിയാണ് എന്നാണ് ഞങ്ങൾ ഇതുവരെ കരുതിയത്, ഇനി ഞങ്ങൾക്ക് അങ്ങനെ കരുതാൻ പറ്റിയല്ലോ, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഇനി ചേച്ചിന്ന് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മകളല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ അവളോട് ചോദിക്കുക എന്ന് പറയുവാണ്. അന്നേരം ഇങ്ങനെ സംസാരിക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ധൈര്യമായിട്ട് ചേച്ചിന്ന് വിളിക്കാം, അതിനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അടിയാകുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൃഷ്ണമോളെല്ലാം തുറന്ന് പറയുമായിരിക്കും. അത് കഴിഞ്ഞ് ഇത്തിരി ദേഷ്യത്തോടെ ബബിത അലീനയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാലം നട്ടാ കുരുക്കാത്ത നുണയാണല്ലേ ഞങ്ങളോട് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അലീനയ്ക്കും വിഷമാക്കുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം ഇതൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പം അലീന ബാലേന്ദ്രൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ അല്ലായിരുന്നു എൻ്റെ ബലം, അതല്ലേ നീ തകർത്ത് കളഞ്ഞത്, അതല്ലേ ഇപ്പോഴും തകർക്കാൻ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അലീന ഭയങ്കര വിഷമത്തോടെ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് അച്ഛനെയാണ്. ആ ഒരു നിമിഷം ഞാൻ അനുഭവിച്ച സന്തോഷത്തിൻ്റെ അത്രയും ഞാൻ ഈ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രനെ ആശ്വസിപ്പിക്കുന്നതും കാണുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.